അതിജീവിതയുടെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. റോഷിബാൽ ഈ കേസിൽ തുടക്കം മുതൽ വിവരങ്ങൾ പുറത്തുവിട്ട റോഷിബാൽ ഇതിന്റെ ഈ കേസിന്റെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ തുടർന്നുള്ള സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, നീതിപീഠത്തിലിരിക്കുന്ന ചിലർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അവരെ സംരക്ഷിക്കണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്ലോസുകൾ നീതി സംഹിത അനുശാസിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ സംശയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം തെളിവുണ്ടായിട്ടും അതിന്മേൽ നിശബ്ദമായിരിക്കുന്ന കോടതി എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇനി എന്താണ് കുടുംബം കാണുന്നത്? ഇതിപ്പോൾ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. കേസ് അതിന്റെ അവസാന ഘട്ടത്തിലുമാണ്. നീതി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത തരത്തിലുള്ള പ്രതികരണമാണ് ആ അതിജീവിതയുടെ കുടുംബത്തിൽ നിന്നും വരുന്നത്. റോഷിബാൽ, സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2022 ഫെബ്രുവരി ആദ്യവാരം 4-നും 5-നുമായാണ് മെമ്മറി കാർഡ്, പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, അതിലെ ദൃശ്യങ്ങൾ ചോർന്നു എന്ന സംശയം, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അതിനുശേഷം ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ നിയമ പോരാട്ടങ്ങൾ അതിജീവിതം നടത്തി. ആ നിയമ പോരാട്ടത്തിന് സാംസ്കാരിക പ്രവർത്തകരും വനിതാ പ്രവർത്തകരും ഒക്കെ വലിയ പിന്തുണ നൽകിയത് നമ്മൾ കേരളം കണ്ടതാണ്. കോഴിക്കോട്ടും മലപ്പുറത്തും തൃശ്ശൂരിലും ഒപ്പം എറണാകുളത്ത് വഞ്ചി സ്ക്വയറിലുമൊക്കെ നിരവധി സംഘടിതമായല്ലാതെ വിവരങ്ങൾ അറിഞ്ഞ് അവിടെ തടിച്ചുകൂടി വലിയ പ്രതിഷേധം. ഇതിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അതിന് സർക്കാരിൻ്റെ പിന്തുണ ഈ അതിജീവിതയ്ക്കില്ല എന്ന് വിമർശിച്ചുകൊണ്ടുള്ള ആൾക്കൂട്ടം തടിച്ചുകൂടിയതാണ്. അതിന് പിന്നാലെയാണ് പിന്നെ വളരെ ഗൗരവത്തിൽ പോരാട്ടം ശക്തിപ്പെടുന്നതും ഗൗരവത്തിലുള്ള ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകുന്നതും. ഏതായാലും ഇതിൽ വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി ഒരു വസ്തുതാന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അങ്ങനെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ്, വിചാരണ കോടതിയുടെ ജഡ്ജ്, ഈ കേസിൻ്റെ വിചാരണ നടത്തുന്ന കോടതിയുടെ ജഡ്ജ് കൂടിയാണ്, അവർ ഇതിൽ വസ്തുതാന്വേഷണം നടത്തുന്നു. ആ വസ്തുതാന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് ആരൊക്കെയാണ് നിയമവിരുദ്ധമായി ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചത്. അതിൽ 2 ജുഡീഷ്യൽ ഓഫീസർമാർ നിയമവിരുദ്ധമായി അത് സ്വകാര്യ കസ്റ്റഡിയിൽ മെമ്മറി കാർഡ് വെച്ചു, അത് സുരക്ഷിതമായി അവർ സൂക്ഷിച്ചു എന്നുൾപ്പെടെ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതിനൊപ്പം തന്നെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ സഹായികളായ ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഈ മെമ്മറി കാർഡ് ഉപയോഗിച്ചു എന്നത് കണ്ടെത്തുന്നു. ഒന്ന്, ഈ മെമ്മറി കാർഡ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതിലാണ് പീഡന ദൃശ്യങ്ങളുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ദൃശ്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ തന്നെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ മാത്രമേ മെമ്മറി കാർഡ് പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. ആ ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി സ്വകാര്യമായി ഈ മെമ്മറി കാർഡ് കോടതി ചെസ്റ്റിൽ സൂക്ഷിക്കുന്നതിന് പകരം സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക, ഈ മെമ്മറി കാർഡ് സ്വന്തം മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുക, സ്വന്തം ലാപ്ടോപ്പിൽ ഉപയോഗിക്കുക, ഇങ്ങനെ തുടങ്ങിയ തെറ്റായ നിയമവിരുദ്ധം എന്നത് ഹൈക്കോടതിയുടെ ഭാഷയാണ്. ഹൈക്കോടതി ഈ അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ ആ വിധി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇത് നിയമവിരുദ്ധമാണ് ഈ പരിശോധന, നിയമ സംവിധാനത്തിന് മേലുള്ള കാർമേഘമാണ് ഈ മെമ്മറി കാർഡിൽ നടന്ന ഈ പരിശോധന എന്ന് ഹൈക്കോടതിയാണ് പരാമർശിച്ചത്. അങ്ങനെ ഗൗരവത്തോടെ ഹൈക്കോടതി നടത്താൻ നിർദ്ദേശിച്ച അന്വേഷണം, പക്ഷേ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതിൽ നടപടി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് അതിൽ ക്രിമിനൽ കേസ് എടുക്കുന്നില്ല എന്ന ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത്. ആ ചോദ്യത്തിന് പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി സമർപ്പിച്ചത്. ഈ 2 പരാതികളിലും നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് ദയാഹർജിക്ക് സമാനമായി രാഷ്ട്രപതിക്ക് മുന്നിൽ ഒരു പരാതി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ക്രിമിനൽ നടപടി വേണം. ഇതിൽ കുറ്റക്കാരെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അവർക്കെതിരെ കർശനമായ നിയമ നടപടിയിലേക്ക് പോകണം, പോലീസ് കേസെടുക്കണം. അതിനുള്ള നിർദ്ദേശം നൽകാൻ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെടണം രാഷ്ട്രപതി എന്നാണ് ഇതിൽ ആവശ്യം. ഒരുപക്ഷെ രാജ്യം കണ്ട ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ കേസാണിത്. അങ്ങനെയാണ് പോലീസ് ഈ ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതിൽ പോലീസിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണങ്ങൾ ഏത് രൂപത്തിലാണ്? പോരാട്ടം അവസാനിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോ പോരാട്ടം എന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ദുർഗതി ഈ അതിജീവിതയ്ക്കുണ്ട്. ഏറ്റവും ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖ നടത്തിയ പരാമർശം, കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കോടതിയിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദിലീപിനെതിരെ തെളിവില്ല എന്നാണ് ശ്രീലേഖ പരാമർശം നടത്തിയത്. മാത്രമല്ല, സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ദിലീപിന് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്നു. ദിലീപിന് ഒരു തരത്തിലും പങ്കില്ല, ദിലീപ് നിരപരാധി എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു. ഇതൊക്കെ കേരളം കണ്ടതാണ്. പോരാട്ടത്തിന്റെ നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട്.